ഹായ്. ഇന്ന് ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ത് വിദ്യാഭ്യാസം നൽകിയാലാണ് ഒരു 10 വർഷം കഴിയുമ്പോൾ 20 വർഷം കഴിയുമ്പോൾ ലോകത്തെ നയിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ തലമുറകൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇംഗ്ലീഷുകാർ നടപ്പാക്കിയ നമ്മുടെ വിദ്യാഭ്യാസ രീതി ഗവൺമെൻറ് സർവീസിലേക്ക് വേണ്ട ആളുകൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വെല്ലുവിളി അഭ്യസ്ത വിദ്യർ അഥവാ ലിറ്ററസി ഉള്ള ആൾക്കാർ, അക്ഷരം അറിയുന്നവരെ ഉണ്ടാക്കുക എന്നുള്ളത്. അന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പോലും ഗവൺമെൻറ് ജോലി ലഭിച്ചിരുന്നു. 1980-കളാകുമ്പോഴേക്കും യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ നേടിയാലേ ഗവൺമെൻറ് ജോലി കിട്ടൂ. അത് 90-കളാകുമ്പോഴേക്കും യൂണിവേഴ്സിറ്റി ഡിഗ്രികളുടെ കൂടെ ടൈപ്പ് റൈറ്റിംഗ് പോലെയുള്ള സ്കില്ലുകൾ, 2000 ആകുമ്പോഴേക്കും കമ്പ്യൂട്ടർ പോലെയുള്ള സ്കില്ലുകൾ. ഇപ്പോൾ 2020-കൾക്ക് ശേഷം ഹയർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ ഡിഗ്രി, PG, PhD നേടിയാലും ഇംഗ്ലീഷോ കമ്പ്യൂട്ടറോ മറ്റ് ലാംഗ്വേജുകൾ നേടിയാലും ലോകത്തുള്ള MNCകളിലോ വിദേശ രാജ്യങ്ങളിലോ ഇന്ത്യയിൽ ഗവൺമെൻറ് സർവീസിലോ പ്രൈവറ്റ് സെക്ടറിലോ ജോലി ലഭിക്കുന്നില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ലേറ്റസ്റ്റ് ജേണലുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സ്കിൽ എഡ്യൂക്കേഷനാക്കി മാറ്റണം എന്നൊരു തിരിച്ചറിവിലേക്ക് ലോകത്തെ ഗവൺമെൻറ്റുകൾ എത്തിയിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് എത്തിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് കേരളക്കാരായ ആളുകൾ എഡ്യൂക്കേഷൻ ഒരു സ്റ്റാറ്റസായി മാത്രം മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ മകൻ ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ സ്വദേശത്തോ MBA എടുക്കണം, അതല്ലെങ്കിൽ BTech എടുക്കണം, MTech എടുക്കണം, ഇതിൻ്റെ പിറകിൽ ഓടുകയാണ്. പക്ഷേ നമ്മൾക്ക് ഒരു വ്യക്തമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ 20-25 വർഷം മുമ്പ് ചൈനയും ജപ്പാനും അവരുടെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയോ മറ്റോ പഠിപ്പിക്കുന്നതിലുപരി ടെക്നോളജി നാളെ ഇലക്ട്രോണിക് ആവുകയാണ്. ഈ ഗവേൺസ് മാത്രമൊന്നുമല്ല, വെഹിക്കിൾ ഇലക്ട്രോണിക്കായി, എല്ലാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കായി, ഇനി പ്ലംബിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ഒക്കെ വരുമ്പോഴേക്കും എല്ലാ മേഖലയും ഇലക്ട്രോണിക്സ് ആവും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിക് കോമ്പനൻ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഹാർഡ്വെയർ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ സോഫ്റ്റ്വെയർ ഫങ്ഷൻ എന്താണ്, അതെങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്ന് തൈവാന്, ചൈന, കൊറിയ, ജപ്പാൻ അവരുടെ തലമുറകളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചെടുത്തതിൻ്റെ റിസൾട്ടാണ് ഇന്ന് വേൾഡ് ഗ്ലോബൽ മാനുഫാക്ചേഴ്സ് എക്സ്പോർട്ടേഴ്സുമായിട്ട് ആ രാജ്യങ്ങൾക്ക് വളരാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഒരു എംപ്ലോയ്മെൻറ്റ് ഫോക്കസ്ഡ് എഡ്യൂക്കേഷനാണ് നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മരിക്കുന്നത് വരെ ജോലി ചെയ്യണം, ശമ്പളം വാങ്ങണം, പെൻഷൻ വാങ്ങണം. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നമ്മൾ മനസ്സിലാകുന്നത് അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ്ങിൽ ഉപരി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് നൽകി എക്സ്പീരിയൻസിന് വേണ്ടി എംപ്ലോയ്മെൻറ്റ് നേടണം, അത് കഴിഞ്ഞ് എൻ്റർപ്രീനർഷിപ്പ് നേടണം, ചെറിയ ചെറിയ കമ്പനികൾ ആരംഭിച്ച് അത് വലിയ വലിയ കമ്പനികളും ബ്രാൻഡുകളായി മാറ്റണം. ഇങ്ങനെ ഒരു ചിന്താഗതിയിലാണ് കുട്ടികളെ വളർത്തുന്നത്. ഈ ഒരു ചിന്തയിലേക്ക് മടങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയാം, +2-ന് ഹയർ മാർക്ക് നേടിയവർ ഡിഗ്രിക്ക് പോട്ടെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയവർ നല്ല കോഴ്സുകൾക്ക് പോട്ടെ, അതില്ലാത്തവർ വൊക്കേഷണൽ കോഴ്സുകൾക്ക് പോട്ടെ എന്ന ഈ മെൻറ്റാലിറ്റി ഇപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ സ്ഥാപനം നടത്തുന്ന ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പഞ്ചാബിൽ, ഗുജറാത്തിലൊക്കെ ഉള്ള ആളുകൾ ഹൈ മാർക്ക് നേടാവുന്ന കുട്ടികളെ ടെക്നോളജി പഠിപ്പിച്ച് അവരെ ടെക്നിക്കൽ സ്കില്ലായതിനു ശേഷം മാനേജ്മെൻറ്റ് സ്കിൽസ് കൊടുക്കുകയാണ്. ഇത് മാനേജ്മെൻറ്റ് സ്കിൽസ് നേടുന്ന ആളുകൾക്ക് ടെക്നിക്കൽ സ്കിൽസ് ഇല്ല, ടെക്നിക്കൽ സ്കിൽസ് നേടുന്നവർക്ക് മാനേജ്മെൻറ്റ് സ്കിൽസ് ഇല്ല. നമ്മുടെ രാജ്യത്തിന് ഇനി ആവശ്യം ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി, എന്തും അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മാറി ഏറ്റവും ഇന്നോവേറ്റീവായി ഇനി വരാൻ പോകുന്ന റോബോട്ടിക്സ്, അതല്ലെങ്കിൽ മെറ്റ, ഇതിലൊക്കെ വരാവുന്ന സാധ്യതകളിൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന, അത് ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യനെ ലോകത്തിൻ്റെ 1/5 പോപ്പുലേഷൻ ഉണ്ട്, 17% വേൾഡ് പോപ്പുലേഷൻ ഇന്ത്യൻ്റെ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി, പുറത്തേക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന, അത് സ്വപ്നം കാണുന്ന പുതിയൊരു ജനറേഷൻ, മറ്റുള്ളവർക്ക് ജോലി നൽകുന്ന പുതിയൊരു ജനറേഷൻ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ അവരെ ഡ്രീം സെറ്റ് ചെയ്യേണ്ടതുണ്ട്, അവരെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിലബസുകളും അതുപോലെ നമ്മുടെ അധ്യാപകരെയും നമ്മുടെ ക്യാമ്പസുകളെയും മാറ്റിയെടുക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ രീതിയിൽ ചെറിയ രീതിയിൽ ചലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു അവയർനെസ് ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.
കഴിഞ്ഞ 25 വർഷമായിട്ട് ടെക്നോളജി മേഖലയിൽ ട്രെയിനിങ് ഏറ്റവും ലേറ്റസ്റ്റ്. അന്ന് മൊബൈലിൽ തുടങ്ങുമ്പോൾ 96-ലാണ് GSM ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 98-ൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് മൊബൈൽ ഫോൺ ട്രെയിനിങ്ങിൽ കോട്ടക്കലിൽ ഞങ്ങൾ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അന്ന് വിദേശത്തുനിന്നും വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ വരികയുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ ഡൽഹി, ദുബായ് ഗവൺമെൻറ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം TSSCയിലൂടെ, ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ, അവരുടെ ട്രെയിനിങ് പാർട്ണറായിട്ടും അക്കാദമിക് പാർട്ണറായിട്ടും ഇൻഡസ്ട്രിയൽ പാർട്ണറായിട്ടും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സലൻസ് സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റുകളിലും ഞങ്ങളുമായിട്ട് MOU വന്നിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളും ഞങ്ങളായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഞങ്ങളെ സമീപിക്കുന്നതിൻ്റെ വ്യക്തമായ ലക്ഷ്യം കുട്ടികൾ നാളത്തെ ഭാവിയിലെ മാനുഫാക്ചേഴ്സായി മാറണം, അതിനുവേണ്ടി രാജ്യത്തെ തയ്യാറാക്കണം എന്ന ലക്ഷ്യത്തിലാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നമ്മൾ കുട്ടികൾ ചെറുപ്പം മുതലേ ഇലക്ട്രോണിക്സ് കോമ്പനൻസ്, സോഫ്റ്റ്വെയർ ഇപ്പോൾ പഠിക്കുന്നത് 5 കൊല്ലം കഴിഞ്ഞാൽ ആവശ്യമില്ല, അത് അപ്ഡേറ്റ് ചെയ്ത് പോകും. പക്ഷേ ഹാർഡ്വെയർ, അതിൻ്റെ കോമ്പനൻസ്, അതിൻ്റെ ഫങ്ഷൻസ് വളരെ ചെറുപ്പത്തിലെ കുട്ടികൾ അറിഞ്ഞിരുന്നാൽ അവർ ഏത് മേഖലയിലായാലും, വീട്ടിലൊരു ബൾബ് മാറ്റണമെങ്കിൽ ഒരു പൈപ്പ് പൊട്ടിയാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഈ സിസ്റ്റം മാറി എല്ലാത്തിനും കുട്ടികൾക്ക് അവരുടെ ചുറ്റുപാടുള്ള സ്കിൽസിൽ കഴിവ് നൽകുന്ന ഒരു എഡ്യൂക്കേഷനിലേക്ക് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ മുതൽ മാറേണ്ടതുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ എന്നത് മാറി സ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കുട്ടികളുടെ ഡ്രീം സെറ്റ് ആക്കേണ്ടതുണ്ട്. എൻ്റർപ്രീനർഷിപ്പ് എന്നുള്ളത് ടെക്നോപ്രീനർഷിപ്പ്, അഥവാ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള എൻ്റർപ്രീനർഷിപ്പ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിലും ടെക്നോളജി കാണും. ഏത് ചെടി നനക്കണം, ഏത് ചെടിയുമ്പോൾ കീടുണ്ടോ അത് സെൻസ് ചെയ്തിട്ട് അതിന് മാത്രം വിഷം അടിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ കീടനാശിനി തളിക്കുന്ന രീതിയിലേക്ക് അഗ്രികൾച്ചർ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ നമ്മുടെ തലമുറയെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള ഒരു സന്ദേശം.